Hi friends, once again welcome back to HomeNotes. ഇന്നത്തെ ഒരു DIY വീഡിയോ ആണ്. ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അതും നമ്മുടെ പഴയ ടീഷർട്ടിൽ നിന്ന്. അപ്പോൾ ഇനി പഴയ ടീഷർട്ട് ആരും കളയരുത്. നമുക്ക് ഇതുപോലെ റീയൂസബിൾ ആക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പഴയൊരു ബ്ലാക്ക് കളർ ടീഷർട്ട് എടുത്തു. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് പ്രിൻ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ താഴ്ഭാഗത്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു സൈഡിലെ സ്റ്റിച്ചിങ് വരുന്ന സ്ഥലത്ത് ഞാനത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ആ രണ്ട് സൈഡും കൂടി ഒന്നെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിങ്ങനെ മറച്ചെടുക്കുകയാണ്. ഒരു ഈർക്കിലി യൂസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ മറച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡും കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. ഒരു ചെറിയൊരു മടക്ക് കൊടുത്തിട്ട്, വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയൊരു മടക്ക് കൊടുത്തിട്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോഴേ ഒരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് നേരെ വെള്ളം അറ്റാച്ച് ചെയ്യാം. അതിന് ബാക്ക് സൈഡ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഹെയർ ബാൻഡ്. ഭയങ്കര ഈസി ആയിട്ട് ആർക്ക് വേണേൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ബാൻഡാണിത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ടീഷർട്ടുകൾ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡാണിത്. നെക്സ്റ്റ് ഹെയർ ബാൻഡ് ഒരു വെറൈറ്റി ഹെയർ ബാൻഡാണ്. അതിനുവേണ്ടി ഞാൻ വേറൊരു ടീഷർട്ട് എടുത്തു. അതിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് പ്രിൻറ്റ് വരുന്നുണ്ട്. ഞാനത് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഇതിൽ അങ്ങനെ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഹെയർ ബാൻഡ് നമുക്ക് 2 പീസാണ് വേണ്ടത്. അതിന് വേണ്ടി ഞാൻ ഇത് 2 സെപ്പറേറ്റ് ചെയ്ത് 2 പീസാക്കി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് മറിച്ചെടുക്കുകയാണ് ഇപ്പോൾ. ഇത് രണ്ടും മറിച്ചെടുത്തതിന് ശേഷം ഞാനിങ്ങനെ ക്രോസിന് പ്ലസ് ആകൃതിയിൽ ഒന്നിൻ്റെ മേളിൽ ഒന്ന് വെച്ച് ഞാനിങ്ങനെ വെച്ചു. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് അപ്പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മടക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ബാൻഡ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എനിക്ക് 2 സൈഡ് എടുത്തപ്പോൾ കുറച്ച് നീളക്കുറവ് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ നേരത്തെ ചെയ്തതുപോലെ 2 സൈഡ് മടക്കിയിട്ട് വേറൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടീഷർട്ട് എടുത്തു. അതിൽ നിന്ന് ഇങ്ങനെ 6 പീസ് കട്ട് ചെയ്തെടുത്തു. കാരണം ഇതിന് 6 പീസ് തുണി വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 6 പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിങ്ങനെ വലിയുമ്പോൾ എന്താ പറയുക, നമുക്ക് അടി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല 2 സൈഡും. അത് ഇങ്ങനെ വലിഞ്ഞ് കിട്ടും. ഒരു ചുരുണ്ട് പോയിട്ട് ഇങ്ങനെ വലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടും ഇങ്ങനെ വലിച്ചു. എന്നിട്ട് 6 പീസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. 6 പീസ് എന്ന് പറയുമ്പോൾ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റും 3 എണ്ണത്തിൻ്റെ മറ്റേ സെറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഈ 2 സെറ്റ് നമ്മൾ ഒന്നൊരു യു ഷേപ്പിലും ഒന്നൊരു ലൂപ്പിൻ്റെ ഷേപ്പിലും ഇങ്ങനെ വയ്ക്കുന്നു. ഇനി ബാക്കി ഞാൻ പറയുന്നതിൽ കൂടെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നും. ഞാൻ പറയുകയാണെങ്കിൽ അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക.
അങ്ങനെ രണ്ട് സൈഡും വലിച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം രണ്ട് സൈഡിലും ഞാനൊരു വേറൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. കാരണം ഇത് ഓരോ പീസല്ലേ, അപ്പം അത് ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് ഒരു 2 പീസ് എടുത്തിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതിന് എനിക്ക് കുറച്ച് നീളം കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഗ്ലൂ ഗണ്ണ് വെച്ചിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഹെയർ ബാൻഡിൻ്റെ പണി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി ഞാനിത് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഹെയർ ബാൻഡ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ പഴയ ടീഷർട്ട് ആരും ഇനി കളയരുത്. ഇതുപോലെ നമുക്ക് ഹെയർ ബാൻഡ്സും മറ്റും ഉണ്ടാക്കി റീയൂസബിൾ ആക്കി എടുക്കാം നമ്മുടെ ടീഷർട്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.